നമസ്കാരം. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലും അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട അസംസ്കൃത വസ്തുക്കൾ, പ്രത്യേകിച്ച് അതിൻ്റെ ബാറ്ററി, അതിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ അടക്കമുള്ളവയുടെ നിർമ്മാണത്തിലും ലോകത്തെ ഏറ്റവും പ്രബല ശക്തി ചൈനയാണെന്ന് നമുക്ക് അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അവരുടെ കുത്തക നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചൈന വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യ വലിയ മുന്നോട്ട് പോക്ക് നടത്തുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി തന്ത്രപരമായ പല നിലപാടുകളും ചൈന സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലോട്ടുള്ള കയറ്റുമതികൾ അത് നിയന്ത്രിക്കുക, ലൈസൻസുകൾ വേണമെന്നുള്ള നിബന്ധന വെക്കുക, അങ്ങനെ പല പരിപാടികളും ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളി ഇന്ത്യ സധൈര്യം ഏറ്റെടുത്ത് അത് ആ കാര്യത്തിൽ വലിയ മുന്നോട്ട് പോക്കുണ്ടാക്കി. അതിന് ഇന്ത്യയിലെ ചില കമ്പനികൾ, പ്രത്യേകിച്ച് ടാറ്റ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കുണ്ടായതുകൊണ്ടാണ് ടാറ്റയുടെ കാര്യം ആദ്യം പറയുന്നത്. ടാറ്റ മാത്രമല്ല, മറ്റ് കമ്പനികളും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് പറയാൻ കാരണം, ടാറ്റ ഗ്രൂപ്പിൻ്റെ ബാറ്ററി നിർമ്മാണ വിഭാഗമായ അഗ്രറ്റാസ് എന്ന് പറയുന്ന കമ്പനി, അവർ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. വലിയ താമസമില്ലാണ്ട് നമ്മുടെ വിപണിയിൽ അത് എത്തിത്തുടങ്ങും. അപ്പോൾ ഈ ബാറ്ററി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കും വലിയ തോതിലുള്ള എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾക്കും, വലിയ രീതിയിലുള്ള ഇൻവെർട്ടറുകൾ പോലെയുള്ള സംഗതികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സോളാർ വൈദ്യുതി, ഇപ്പോൾ കേരളത്തിലടക്കം ഇത്തരം സാധ്യതകൾ തേടുന്നുണ്ട്. സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി ശേഖരിച്ചു വെക്കുന്നതിനുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം ബാറ്ററികളാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഉയർന്ന താപനിലയിലും ഇവയ്ക്ക് പെട്ടെന്ന് തീ പിടിക്കില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, പൊതുവേ കടുത്ത വേനൽ പലയിടങ്ങളിലുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ വളരെ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ഈ പറയുന്ന ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ സാധാരണ ലിഥിയം അയൺ ബാറ്ററികൾ ഒരു 1000-1500 തവണയൊക്കെ ചാർജ് ചെയ്യുമ്പോൾ കേടാകാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ LFP ബാറ്ററികൾ 3000 മുതൽ 6000 തവണ വരെ ചാർജ് ഡിസ്ചാർജ് സൈക്കിളുകൾ അത് താങ്ങാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു 10 വർഷത്തിലധികം ലൈഫ് കിട്ടും എന്നാണ് പൊതുവെയുള്ള ഒരു അനുമാനം. ഇതിൽ വില കൂടിയ നിക്കൽ, കോബോൾട്ട് എന്നിവയ്ക്ക് പകരം ഇരുമ്പും ഫോസ്ഫേറ്റും ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഉൽപ്പാദന ചെലവ് ഒരു 20 മുതൽ 30% വരെ കുറവാണ്. അപ്പോൾ ഈ ബാറ്ററിക്ക് ലൈഫും ഉണ്ട്, വിലയും കുറവാണ്. ഇപ്പോൾ LFP ബാറ്ററികൾ സ്ഥിരമായി 100% വരെ ചാർജ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് കേടാവുകയില്ല. എന്നാൽ മറ്റുള്ള NMC എന്ന തരത്തിലുള്ള സാധാരണ ബാറ്ററികളുണ്ട്. അതിന് ലൈഫ് കിട്ടണമെങ്കിൽ നമുക്ക് 80% വരെ ചാർജ് ചെയ്യുന്നതാണ് അതിൻ്റെ ആയുസ്സിന് നല്ലത്. പക്ഷേ ഈ ബാറ്ററി, LFP ബാറ്ററികൾ 100% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എന്താണ് NMC ബാറ്ററികൾ എന്നൊരു സംശയം തോന്നും. അത് പറഞ്ഞു തരാം. NMC ബാറ്ററികളെന്ന് പറഞ്ഞാൽ നിക്കല്, മാംഗനീസ്, കൊബാൾട്ട് എന്നീ 3 ലോഹങ്ങൾ പ്രധാന ചേരുവകളായി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു തരം ലിഥിയം അയൺ ബാറ്ററികൾ തന്നെയാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ശീലിക്കുന്ന ബാറ്ററികൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ LFP ബാറ്ററിയും ഈ ലിഥിയം അയൺ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം, LFP ബാറ്ററിക്ക് കുറച്ചുകൂടി വലിപ്പവും ഭാരവും കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ ബാറ്ററികൾ ചെറുകിട വണ്ടികൾക്ക്, അല്ലെങ്കിൽ ഈ സ്കൂട്ടർ പോലെയുള്ളതിനൊക്കെ അഭികാമ്യമാണ്. LFP ബാറ്ററികൾ വലിയ വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ കാറുകൾക്ക്, കാറുകൾ മുതലായിട്ടുള്ള വാഹനങ്ങൾക്കാണ് ഏറ്റവും നല്ലത്. ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, പണത്തിനൊത്ത മൂല്യവും ദീർഘകാലത്തെ ആയുസ്സും ഉയർന്ന സുരക്ഷയും ആഗ്രഹിക്കുന്ന സാധാരണ EV ഉപഭോക്താക്കൾക്ക് LFP ബാറ്ററി തന്നെയാണ് മികച്ചത്. അതുകൊണ്ട് ടാറ്റ തങ്ങളുടെ സാധാരണ ഇലക്ട്രിക് കാറുകൾക്ക് ഈ സാങ്കേതിക വിദ്യയിലാണിപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള സാങ്കേതികവിദ്യ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ചൈന മാത്രമല്ല, ദക്ഷിണ കൊറിയയും ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ആശ്രയിക്കാതെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ ഈ ബാറ്ററി നിർമ്മിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ടാറ്റ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് ചൈന ഇത്ര വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവരുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുക, ആഗോള വിപണിയിലെ അവരുടെ ഒരു ആധിപത്യം നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചൈന ലിഥിയം ബാറ്ററി സാങ്കേതിക വിദ്യകൾക്കും ഗ്രാഫൈറ്റ് ഉൾപ്പെടെയുള്ള നിർണായക ധാതുക്കൾക്കും കയറ്റുമതി നിയന്ത്രണവും മറ്റ് നിയന്ത്രണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയത്. കൂടാതെ ആഗോള ഇലക്ട്രിക് വാഹന വിപണിയിൽ ചൈനയ്ക്കുള്ള വലിയൊരു സ്വാധീനമുണ്ട്. അത് കർശനമായി അവരിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമായിരുന്നു. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ നിർമ്മിക്കുന്നതിനുള്ള അത്യന്താധുനിക സാങ്കേതിക വിദ്യയിൽ ലോകത്ത് ചൈനയാണ് ഏറ്റവും മുന്നിലുള്ളത്.
മറ്റ് രാജ്യങ്ങളിലെ കമ്പനികൾ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നത് തടയാനും EV വിപണിയിലെ തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താനുമാണ് ചൈന ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലോട്ടുള്ള കയറ്റുമതിയിൽ പോലും അവർ നിയന്ത്രണം ഏർപ്പെടുത്തി. കാരണം അത്തരം ബാറ്ററികൾ ഇന്ത്യയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ കിട്ടിയില്ലെങ്കിൽ പോലും റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി നമുക്കത് അനുകരിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങോട്ടുള്ള കയറ്റുമതി പോലും വലിയ നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ പോലെയുള്ള സംഗതി, അതായത് ചിപ്പ് അതേപോലുള്ള സംഗതികൾക്കൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സമീപനം എടുത്തിരുന്നു. വലിയ നികുതികളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി എന്ന തരത്തിൽ നിങ്ങൾ വലിയ നികുതിയൊക്കെ ഏർപ്പെടുത്തിയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അങ്ങോട്ടുള്ള കയറ്റുമതി നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണ് ഈ റയർ എർത്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടാൻ വളരെ ദൗർലഭ്യമുള്ള ചില മൂലകങ്ങൾ ചൈനയുടെ കസ്റ്റഡിയിലുണ്ട്, അപ്പോൾ അതിൻ്റെ കയറ്റുമതിയൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ചൈന അവർക്കൊരു മറുപടി എന്ന തരത്തിലും ഇങ്ങനൊരു നിലപാടെടുത്തു. ഈ ബാറ്ററി സാങ്കേതിക വിദ്യകളും ഗ്രാഫൈറ്റ് പോലെയുള്ള അസംസ്കൃത വസ്തുക്കളും പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ബോംബുണ്ടാക്കാനോ എന്തെങ്കിലും മിലിറ്ററി ആയുധങ്ങൾ ഉണ്ടാക്കാനോ ഇത്തരം ധാതുക്കൾ ആവശ്യമായി വരും. അപ്പോൾ ചൈന അങ്ങനെയും ചിന്തിച്ചു, ഞങ്ങളുടെ ശത്രു പട്ടികയിലുള്ള രാജ്യങ്ങളിലേക്ക് ഇത്തരം സാധനങ്ങൾ കയറ്റി അയച്ചാൽ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ച് അത് ഞങ്ങൾക്കെതിരെ തന്നെ പ്രയോഗിച്ചാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യയിലോട്ടുള്ള കയറ്റുമതിയിൽ അവർ ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിലവിൽ ടാറ്റയുടെ ഗുജറാത്തിലെ സാനന്ദ് നമുക്കറിയാം, മുമ്പ് ബംഗാളിൽ ടാറ്റ ഫാക്ടറി ആരംഭിക്കാൻ പോയിട്ട് അവിടുന്ന് അവരെ ഓടിച്ച് അവിടെ ചെന്നിട്ട് ഗുജറാത്തിലെ സാനന്ദിലാണ് അവർ വലിയ പ്ലാന്റ് ആരംഭിച്ചത്. ആ സാനന്ദിലെ പ്ലാന്റിൽ ഒരു ഗിഗാ ഫാക്ടറി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ LFP സെല്ലുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഈ LFP സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ബംഗളൂരുവിലും ഒരു $400 മില്യൺ ഉള്ള ഒരു ഗവേഷണ സ്ഥാപനവും ടാറ്റയുടെ കീഴിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. ഇനി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിന് മുന്നോടിയായിട്ട് ബാറ്ററികളുടെ ഗുണനിലവാര പരിശോധന നടത്തുന്നതിനായിട്ട് ഒരു പൈലറ്റ് പ്രൊഡക്ഷൻ ലൈനും ഇവിടെ ഗുജറാത്തിൽ ഇപ്പോൾ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ടാറ്റ ഇതിൽ വലിയൊരു മുന്നോട്ട് പോക്ക് നടത്തിയത് കൊണ്ടാണ് ടാറ്റയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ടാറ്റ മാത്രമല്ല, നമുക്ക് പരിചിതമായ ചില കമ്പനികൾ കൂടി ഈ LFP ബാറ്ററി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാറ്ററി നിർമ്മാണ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാം പേരുകാർ എക്സൈഡ് ആണ്. നമുക്ക് വിപണിയിൽ എക്സൈഡ് ബാറ്ററികൾ പരിചിതമാണല്ലോ. അപ്പോൾ എക്സൈഡ് എനർജി സൊല്യൂഷൻസ് എന്ന വിഭാഗത്തിലൂടെ ബംഗളൂരുവിൽ വലിയൊരു ഗിഗാ ഫാക്ടറി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കും എനർജി സ്റ്റോറേജിനും ആവശ്യമായ LFP സെല്ലുകൾ നിർമ്മിക്കുക തന്നെയാണ്. ഇനി അടുത്ത പേരുകാർ അമര രാജ എന്ന കമ്പനിയാണ്. നമുക്ക് പരിചിതമായ അമറോൺ എന്ന് പറയുന്നൊരു ബാറ്ററി ഉണ്ടല്ലോ, ചില സമയത്ത് ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ സ്ഥിരം പരസ്യം വന്നിരുന്നിരുന്നു അമറോണിൻ്റെ. അപ്പോൾ അവരും നമുക്ക് പരിചിതമായൊരു കമ്പനിയാണ്. അവരുടെ ഫാക്ടറിയിൽ, തെലങ്കാനയിലെ ഫാക്ടറിയിലും ഇതേപോലെ ലിഥിയം അയൺ ഗിഗാ ഫാക്ടറി നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയും ഇതേപോലെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ റിലയൻസ് ഗ്രൂപ്പ് ഗുജറാത്തിലെ ജാംനഗറിൽ വൻതോതിൽ ബാറ്ററി നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കുമുള്ള LFP ബാറ്ററികളാണ് അതിൻ്റെ നിർമ്മാണത്തിലാണ് അവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒല, നിലവിൽ 2 വീലർ നമുക്ക് റോഡുകളിൽ നിരത്തുകളിൽ കാണാം. അപ്പോൾ ഓല ഇലക്ട്രിക് തമിഴ്നാട്ടിലെ തങ്ങളുടെ ഫ്യൂച്ചർ ഫാക്ടറിയോടനുബന്ധിച്ച് ഓല സ്വന്തമായി ബാറ്ററി സെല്ലുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അനുയോജ്യമായ LFP സെല്ലുകളുടെ ഉൽപ്പാദനത്തിലാണ് അവർ കടന്നിട്ടുള്ളത്. അപ്പോൾ ചൈന ഒരു തന്ത്രപരമായൊരു നിലപാടെടുത്തു, അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയും തന്ത്രപരമായൊരു നിലപാടെടുത്തു തങ്ങളുടെ ആധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ഈ കാര്യത്തിൽ നടത്തുന്ന മുന്നോട്ട് പോക്കിന് ഒരു വിലങ്ങുതടി സൃഷ്ടിക്കാൻ വേണ്ടി അത്തരത്തിലൊരു നിലപാടെടുത്തപ്പോൾ നമ്മൾ അത് കണ്ട് ഭയന്നില്ല, പിന്നോട്ട് പോയില്ല. എന്താണ് അത് മറികടക്കാനുള്ള സാധ്യതകൾ എന്ന രീതിയിൽ ചിന്തിച്ചു. നമ്മുടെ നിരവധിയായ സ്വകാര്യ കമ്പനികൾ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ നൽകുന്ന പിന്തുണയിൽ വിശ്വസിക്കുന്ന സംരംഭകർ ഈ രംഗത്തേക്ക് കടന്നു വരികയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഭരണകൂടം ഒരുക്കുകയും ചെയ്തപ്പോൾ ആ ഒരു വെല്ലുവിളി അല്ലാതായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്. ഇനി ഈ കാര്യത്തിൽ വമ്പൻ കയറ്റുമതി സാധ്യതയും നമ്മുടെ രാജ്യത്തിന് മുന്നിൽ തുറന്നു കിട്ടുകയാണ്. കാരണം വരും കാലം EV വാഹനങ്ങളാണ് നിരത്തുകൾ ഭരിക്കാൻ പോകുന്നത്. പരമ്പരാഗത ഊർജ ഉപഭോഗമുള്ള വാഹനങ്ങളെല്ലാം തന്നെ ക്രമേണ അപ്രത്യക്ഷമാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാറ്ററി സംവിധാനങ്ങൾ, കുറേ കാലം ഈട് നിൽക്കുന്ന ബാറ്ററി സംവിധാനങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ
ഏതുപാടും വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ സോളാർ വൈദ്യുതിയുടെ കാലമാണ്. സോളാർ വൈദ്യുതി നമുക്കറിയാമല്ലോ, സോളാർ സെല്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ അത് ഉപഭോഗം നടക്കുമെങ്കിലും വലിയൊരളവ് പാഴായി പോവുകയാണ്. കാരണം അത് സംഭരിച്ചു വെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നവുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സോളാർ പാനലുകൾക്ക് വേണ്ട സംഭരണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിലും വലിയൊരു സാധ്യത ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ രാജ്യത്തിന് നിർണായക സംഭാവന നൽകാൻ സാധിക്കും. അതിലേക്കുള്ള നിർണായക സൂചനകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്.